ഹായ്, SB ഉള്ളിലാണ്. രാവിലെ കഴക്കൂട്ടത്ത് മേൽപ്പാലത്തിന് അടിയിൽ കൂടി പോയപ്പോൾ ഒരു കാഴ്ച കണ്ടു. നിങ്ങൾക്ക് നല്ലൊരു ഷവർ കുളി, മഴയത്ത് നല്ലൊരു പാലത്തിൻ്റെ അടിയിൽ ഒരു ഷവർ കുളിക്കുള്ള ഒരു വിസ്മയം ഉണ്ടായിട്ടുണ്ട്. വിസ്മയം എന്ന് നമുക്ക് പറയാം. ആ ദൃശ്യം നിങ്ങൾ കാണേണ്ടതുണ്ട്. 2 വീലറുകാർക്ക് പാലത്തിൻ്റെ അടിയിൽ കൂടെ പോയാൽ ഒരു ഷവർ നോക്കി ദൃശ്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. അതുകൊണ്ടോ നടു റോഡിൽ 2 വീലറുകാർ പോവുകയാണെങ്കിൽ അവരെ കുളിപ്പിക്കാൻ പറ്റിയ ഒരു ഷവറാണ്. ശ്രദ്ധിക്കാതെ വരുന്നവർക്ക് പെട്ടെന്ന് കൺട്രോൾ തെറ്റിപ്പോകും. കാര്യം അമ്മാതിരിയാണ് ആ വെള്ളം. ഒരുപാട് മഴ, ഇന്നിപ്പോൾ രാവിലെ അറിയാലോ, നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. പാലത്തിൻ്റെ മുകളിൽ, ആ സ്പാമിൻ്റെ ഇടയിൽ കൂടെ പാലത്തിൻ്റെ മുകളിൽ വീഴുന്ന വെള്ളം നോക്ക്. 2 വീലറുകാർ അപ്രതീക്ഷിതമായിട്ട് വരികയാണെങ്കിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വേണ്ടോ, ഫാമിലി ആയിട്ടൊക്കെ ശ്രദ്ധിക്കാതെ വരുന്നവർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടം കൂടിയാണ്. കാര്യം ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് നോക്കൂ, ചെറുതായിട്ടല്ല, വലിയ വൻതോതിലാണ് മുകളിൽ നിന്ന് വെള്ളം വീഴുന്നത്. അത് നിങ്ങൾ അതിൻ്റെ ദൃശ്യം കുറച്ചുകൂടെ ടൈറ്റ് ചെയ്ത് അതാണ്ടോ, അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ബോധ്യപ്പെട്ടാണ്. അതാണ്ടോ, ഈ സ്പാമിൻ്റെ ഇടയിൽ നിന്ന് ലീക്കേജ് ഉണ്ടായിരിക്കുകയാണ്. ലീക്കേജിലൂടെ ഇത് 2 വീലറുകാരെ സംബന്ധിക്കുന്നിടത്തോളമാണ് വലിയ പ്രശ്നമാകാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ദൃശ്യം കാണാൻ പറ്റും. 2 വീലറുകാർ അപ്രതീക്ഷിതമായിട്ട് ഈ പാലത്തിൻ്റെ അടിയിലൂടെ മഴ ആയതുകൊണ്ട് തന്നെ നനയാതെ വരുന്ന ഒരു പ്രതീതിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ നേരെ അറിയാതെ വരികയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെ തോത് വീഴുന്ന ശ്രദ്ധിച്ചു നോക്കി. കണ്ടോ, നല്ല ഒരു ഷവർ കുളിയാണ്. ഇത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നറിയില്ല. എന്നിരുന്നാലും ഇത് അടിയന്തരമായി ഇത് പരിഹരിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും ആൾക്കാർ വീഴാനുള്ള സാധ്യതയുണ്ട്. അതായത് എല്ലാവരും ഒരേപോലത്തെ ഡ്രൈവിംഗ് നടത്തുന്നവരായിരിക്കില്ലല്ലോ. ഇത് എനിക്ക് തോന്നുന്നു മുകളിൽ പൈപ്പ് സെറ്റ് ചെയ്തതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ മുകളിലെ ആ 2 കാര്യം ഇത്രയും സ്പാമുകൾ ഉള്ളിടത്ത് ഇങ്ങനെ നടുവിലൂടെ വരുന്നില്ല. ഇത് 2 സ്പാമുകൾ ഒരുമിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിലൂടെയാണ് ഇങ്ങനെ ഒരു ലീക്കേജ് ഉണ്ടാകുന്നത്. എന്തായാലും ഹൈവേ അതോറിറ്റി ഇത് ശ്രദ്ധിക്കണം. ആൾക്കാരുടെ ജീവൻ വെച്ചുള്ള ഒരു കളിയാണ്. ഇത്തരം കാഴ്ചകളൊക്കെ ഒരു രാവിലെ പുറത്തിറങ്ങിയപ്പോൾ കണ്ടപ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അപകടങ്ങൾ സംഭവിച്ചിട്ടല്ലല്ലോ നമ്മൾ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് 2 വീലറുകാരുടെയൊക്കെ 1-2 ദൃശ്യങ്ങളൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് ഈ സംഭവം. ടെക്നോ പാർക്കിനും ജിഞ്ചർ ഹോട്ടലിൻ്റെ എതിർവശത്താണ് ഇങ്ങനെ ഒരു കാഴ്ച. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് ദേശീയപാതയിലും പ്രത്യേകിച്ച് ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് വാഹനങ്ങളുടെ കുറവുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ രാവിലെ ഓഫീസ് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലെ ഒരുപാട് പേര് കടന്നു വരുന്ന സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായിട്ട് പാഞ്ഞു വരും. സ്പീഡിൽ വരുന്ന സമയത്ത് റോഡ് അറിയാലോ, നല്ല പോളിഷ്ഡായി കിടക്കുന്നതാണ്. ഈ ജംഗ്ഷനിലെത്തിയതിന് ശേഷമാണ് ബ്ലോക്ക് ഉള്ളത്. അപ്പോൾ ഒരു ഷവറിങ് കാഴ്ചയാണ്. പലരും ശ്രദ്ധിക്കുന്നത്. ഈ സ്വിഗ്ഗിയൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. അതാണ് അവരൊക്കെ കൃത്യമായിട്ട് വന്നു പോകുന്നത്. അല്ലാതെ ഒത്ത നടുവിലാണ് റോഡിൻ്റെ. നേരെ കാണുന്നത് ജംഗ്ഷനാണ്. ആ ജംഗ്ഷന് തൊട്ടടുത്തുള്ള ഈ ഒരു കാഴ്ച അത് നമുക്കൊരു മഴയത്ത് പരിഹസിക്കാനുള്ള ഒരു സാധനമാണെങ്കിൽ പോലും പറയുകയാണെങ്കിൽ ഇത് ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം വാഹനയാത്ര, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അപകടം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സ്പോട്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം പ്രതീക്ഷിക്കില്ല, അൺഎക്സ്പെക്റ്റഡ് ആകട്ടില്ലേ. അവർ വന്നതിന് ശേഷം വിട്ട് വരുമ്പോഴാണ് ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ കാണുന്നത്. ഈ മഴ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്ത് സംഭവിക്കാം, ചവിട്ടിയാൽ സ്ലിപ്പാവും. നോക്കും, ചിലർ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അപ്പോൾ മഴയാകുന്നത് കൊണ്ട് തന്നെ സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്ലിപ്പാകാം, വീണതിന് ശേഷം നടപടിയെടുക്കുന്നതിനേക്കാൾ അടിയന്തരമായി മുകളിൽ എന്താണ്, പാലത്തിൻ്റെ മുകളിൽ ഇത് സംഭവിക്കാനുള്ള കാര്യം എന്താണ്, ആ ലീക്കേജ് ഉടനടി പരിഹരിക്കണമെന്ന് ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുകയാണ്.